ഞാൻ പറയുന്നത് നിങ്ങൾ നോക്കോ നോക്കണേ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഇഷ്ടം കൂട്ടാക്കാരുടെ ഗുണമല്ലോ. ആ ജതി, ആ സമ്പ്രദായം, ആ രൂപവും ഭാവം. അതെ ഇവിടെ എന്തൊക്കെ ഭഗവാൻ ഭഗവത് ആഗ്രഹപരികരണമായിട്ട് പട്ടികൂട്ടനായിട്ടൊരു കാരണമായിട്ട് വേഷങ്ങൾ മാറി. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ രൂപങ്ങളാണ്. ഭർത്താവ് തന്നെയാണോ? ആരുടെ ഭർത്താവായാലും അറിയാം. ആഷാറായി അർജുന് പണം കൊടുക്കണമെന്നാണല്ലോ മോഹം. ഭക്തവാത്സല്യം കാരണം നീ നിർബന്ധിച്ചപ്പോ സമയമാവില്ല. അഹങ്കാരി അർജുനി, അഹങ്കാരം നമ്മുടെ അഹങ്കാരമായിട്ടുള്ള ഭക്തി അല്ല ഭഗവാനത്തെ. അഹംബോധത്തെ അഹങ്കരിക്കാന്നുണ്ടെങ്കിലും എന്നെ പോലെ കേവൻ, എന്നെ പോലെ സുന്ദരൻ, എന്നെ പോലെ ശക്തൻ, എന്നെ പോലെ ശ്രേഷ്ഠൻ, ഞാൻ തന്നെയാണ് ഉന്നതൻ. അതന്നെയാകുമ്പോ ഞാൻ കഴിഞ്ഞ ലോകത്തിൽ വളർന്നുള്ളൂ. അത് ഒഴിച്ച് ബാക്കിയൊക്കെ സഹാവായിട്ട് ചെയ്യുന്ന കേവം തന്നെയാണ്. ഇത് വലിയ വലിയധികം ആ ഒരു സമ്പ്രദായം കൊണ്ട് പലർക്കും വിഷമാണ്. വഹിപ്പ് അനുകരിച്ചില്ല. ഭാസുരാഗ്രഹിത ഭാസുരാഗ്രഹൊക്കെ നമ്മുടെ മനസ്സിലാവും. ഇവിടെ മനസ്സിലാവില്ലേ? ഭാസുരാഗ്രന്റെ കാലം പോയി കണ്ടാ കേവന പഠിച്ചു കൊടുത്തു നിന്നിട്ട് ഭാസുരായിട്ട് വന്നിട്ട് കൂടിയിടാൻ വേണ്ടി കയറില്ല. ചെയ്യരുത് മുഴുവനെ കാട്ടാവുന്നതാണ്. കാരണമായിട്ടാണ് ഭഗവാൻ കിരാതരൂപസ്വരൂപത്തോട് വിരാജിച്ചപ്പോ ഭഗവതിക്ക് പരിഭവമായി. ഇത് പാർവതി, ഞാൻ പാർവതി പറഞ്ഞില്ല അർജുന് വര കൊടുക്കുന്നത്. ഞാൻ പപ്പഴ് അരിയിൽ വല്ലത് പോകുന്നത് നമ്മുടെ ഉണ്ണിയല്ലേ. അത് നമ്മുടെ ഭക്തനല്ലേ. പുരുഷന്മാരുടെ ഒത്തിരി ഭക്തിക്കാരെ അരിയുണ്ട്. ആ പോന്നോളൂ, അതേതാ പോന്നോളൂ. അങ്ങനെ കാലാളായിട്ട് കൊടുക്കുന്നത് വലിയ പിന്നാലെ വന്നാൽ കാണുന്നവർക്ക് എന്താ തോന്നുക? ഇടോ ആ പോകുന്നത് അങ്ങോട്ട് നോക്കൂ. എന്റെ മോളെ ആ പോകേ അങ്ങോട്ട് കഴിക്കേ. എനിക്ക് മനസ്സിലായി. കാലമാണല്ലോ കാലം ഉപയോഗിക്കുന്നത്. അതിന്റെ പിന്നാലെ കെട്ടണമില്ല. അത് ഭഗവതി ശീലപാടൊന്നും കാലാളുടെ പിന്നാലെ ഇപ്പൊ അങ്ങനെ വലിയ വലിയ ദേവന്മാരായിട്ടുള്ള ആളുകളുടെ ഭാര്യമാരെ ഏറ്റു കാക്കാരുടെ കൂടി പോവാം എന്നെങ്ങാനും അങ്ങനെ വടക്കു പറയാതെ പറയാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ പാർവതിക്ക് വേഷം മാറിയല്ലേ? കേട്ടപ്പോൾ സന്തോഷമായി. ഭർത്താവിന്റെ അനുമതിയോടുകൂടെ കുലാഗ്രകള് അനുവാദത്തിലൊക്കെ ചെയ്യും. ഭഗവതിക്ക് അനുവാദം കിട്ടിയ പറഞ്ഞോട്ടെ ഇതിന് വരാൻ പറയാം. എന്തൊരു കവിത കഴിഞ്ഞ തനി രൂപം സമ്പ്രദായം കാട്ടാളി ഇതിന് ഭംഗിയുണ്ടോ? കാട്ടാളിക്ക ഭംഗിയുണ്ടോ? ഭംഗി സാധാരണ കാട്ടിൽ കാണാൻ കാട്ടാളികൾ പറഞ്ഞുകൊള്ള ഭാസുരാങ്കെന്ന് പറഞ്ഞു ശരീരമുണ്ട്. കണ്ടിട്ട് ഉന്നതനായിട്ട് യോഗ്യനായിട്ടുള്ള ആളാ. പക്ഷേ ചെയ്യുന്നത് മുഴുവൻ കാട്ടാളാണ്. സത്യത്തിലുള്ള പരമാർത്ഥത്തിലുണ്ടായിട്ടും ഭഗവാൻ ആ ചന്ദ്രശേഖരനായിട്ടുള്ള അദ്ദേഹം ഉത്സാഹത്തോട് പുറപ്പെട്ടപ്പോൾ ജഗദംബിക ഓർമ്മ കിരാതീരൂപധാരിയേക്ക് പോയി. അതാണ് പ്രാപ്തകൈലാതവേഷം. പ്രാപ്തകൈലാതവേഷത്തിന് കൂടിയുള്ളതായി തോന്നുന്നു. പ്രാപ്തമായിരിക്കുന്ന കൈലാസത്തിന്റെ വേഷം. വേഷങ്ങളെല്ലാം കിട്ടും. അതും എവിടൊക്കെ ഒന്നും ചെയ്യാം. എന്തിനാ ഉദ്ദേശത്തെ ഭംഗിയുടെ കളിച്ചെല്ലാം പുറപ്പെട്ടു. ഒന്ന് പുറപ്പെട്ടാൽ അതിന് വിചാരം നടക്കുന്നുണ്ട്. ഒരിച്ചല്ല ഭഗവാൻ എഴുന്നേറ്റപ്പോ ഭഗവതി പുറപ്പെട്ടപ്പോ കിരാതിയായിട്ട് പുറപ്പെട്ടപ്പോ സാക്ഷം പ്രേക്ഷം സവൃക്ഷം ചക്രേ ചാരുരൂപം ശബര്യാചാരുരൂപം ദേവി സാ ഉമാ പുരീ ചക്രേ. ആ ദേവിയായിരിക്കുന്ന ഉമാദേവി യാതൊരു വിനാസൂര്യാദികൾക്ക് ഭഗവാൻ ശിവമേശ്വരൻ കിരാതിരൂപം സ്വീകരിച്ചപ്പോ ദേവി കിരാതിരൂപധാരിയായിട്ട് രണ്ടാളും കൂടി പുറത്തൊക്കെ ഇറങ്ങിയപ്പോ രൂപ കടിക്കുന്ന കടിച്ചു ആകുലാഭാരൂപ കടിച്ചു മഴന്ത ചന്യേ ധന്യേഷു ദോഷ പുരഹരമണിജുമപ്പുളിന്ദേന്ദ്രവേഷ
ചില പ്രഭൂതന്മാരായിട്ടുള്ള ഭൂതഗണങ്ങള് പ്രധാനികളെ എല്ലാവരും പ്രധാനികളാണല്ലോ ഭൂതഗണങ്ങള് അധികേശ്വരാദികളായിരിക്കുന്ന ശിവഭാഷന്മാരായിട്ടുള്ള ഭക്തന്മാരെ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും ഗോപുരത്തിലും മാത്രമല്ല ഭഗവത് ഭക്തന്മാരും ഭക്തന്മാരും അവരുടെ പ്രവർത്തിക്കാരായിട്ട് നടക്കുന്നതാണല്ലോ ആ രണ്ടുപേരും കൂടി ഭഗവാനും ഭഗവതി രാജിയിട്ട് ഒരു കഥാണ് അങ്ങനെ പറയുന്നത് തന്റെ നാവ് കുഴിക്കും ഇത് ഭഗവാനാ ഓടോടുന്നത് ഞാൻ അപ്പൊ മുമ്പ് ഭഗവാനെ വഹിച്ചു വരിക അത് അപ്പോഴല്ലേ ഇപ്പൊ ഭഗവാൻ വേഷം പാടിയിരിക്കുക അതാ പിന്നെ പറയുന്നത് ഭഗവതിയാണ് ഇത് കാണാവുന്ന കണ്ണാറിന്റെ വരവും പോക്കും സമ്പ്രദായം അജ്ഞാനം അപ്പോഴാണ് ഭഗവാനും ഭഗവതി നാരായണ തെറ്റിദ്ധരിക്കും ഇവിടെയുള്ള പ്രവർത്തിക്കാരെ കൊണ്ട് ഉപയോഗമില്ല എന്ന ധാരണ ഭഗവാൻ ഉണ്ടെങ്കിൽ ഇത് മാറ്റാൻ പറ്റിയ ശരിയാണ് ഒക്കെ ചെറുതും വലുതൊക്കെ ഭൂതഗണം എങ്ങനെയാണല്ലോ ചെറുത് എന്താ കറുത്ത എത്ര കിടപ്പ പഠിക്കില്ല ചെറിയ കണ്ട വെളുത്ത് എത്ര വെളുപ്പ് പഠിക്കില്ല ചെറിയ കണ്ട സ്കൂളിച്ചില്ല ചെറിയ കൃഷാക്കന്മാരാ ചെറിയ കാണുന്ന അമ്പലങ്ങൾ ആകാശത്തിൽ നോക്കിയാലോ മുഖമാണോ സംശയം ഞാൻ നന്ന ചെറുപ്പം സംശയം അവിടെ ഇല്ലേ അങ്ങനെ വ്യത്യസ്ത രൂപഭാവ സമ്പ്രദായത്തോടുകൂടിയ ഭൂതഗണങ്ങള് പൊടുതരങ്ങളും ഘനഭൂക്കാരങ്ങളുമായിട്ടുള്ള ഉപയോഗങ്ങൾ എന്ന് വെച്ചാൽ ശബ്ദമാക്കുന്ന സാധനങ്ങൾ മനസ്സിലായി ഏകദേശം അഗ്രഹികളുണ്ട് തന്റെ ഛായ പോലെ ഇന്ന് 4 കാലും വാലൊക്കെ എഴുതി ശബ്ദം ഭഗവാനെ കാട്ടാനുള്ള നമുക്ക് ശ്വാസമായി കൂടെ അത് ചെയ്യണം നായാട്ടിന് മുമ്പ് അങ്ങനെയാ നായാട്ടിന് ആദ്യം ശ്വാസ അത് കഴിച്ചു കൂട്ടിട്ട് കാട്ടന്മാരും പോകും ആ ശ്വാമിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഹിംസകൂടെ പൊട്ടക്കടഞ്ഞു കഴിഞ്ഞാൽ 4 ഭാഗത്തു കൂടെ കാട്ടാളന്മാരെ വല ഇടും കാരണം വൃക്ഷത്തിന്റെ മുമ്പിൽ വല കെട്ടി ആ വല വലിച്ചു കുറ്റിക്കരിച്ച് കെട്ടി ആ വലയ്ക്കുള്ളിലേക്ക് മൃഗങ്ങളെ കാറ്റി ഒളിപ്പിച്ച് വല വിഭജിക്കും അതിനാണ് നായാട്ടയുടെ വഴിയ മനസ്സിലായില്ലേ ഇപ്പൊ നമുക്ക് വൈക്കുന്നത് പോലെ ഭഗവാനെ സേവിക്കലേ ഉണ്ട് ആ ശ്വാവ് ഒന്നല്ല കുറച്ച് ജ്യോതിന്മാരാ പ്രഭൂത പ്രധാനികളായ എല്ലാവരും എന്നിരുന്നാലും ആ പ്രധാനപ്പെട്ടവരിൽ ഏറ്റവും പ്രധാനികളായിട്ടുള്ള ഭൂതഗണങ്ങള് പടുതരങ്ങളും ഘനങ്ങളുമായിരിക്കുന്ന ഭൂകാരങ്ങൾ എന്നുള്ള ശബ്ദം എഴുതുന്നത് മുടക്കരുത് ഇടയ്ക്കൂടെ മുറിച്ചെടുക്കരുത് എല്ലാവരും അതില്ല പാകത്തിനില്ലാത്ത നല്ല വലിപ്പമില്ല അന്തരീക്ഷങ്ങളായിട്ടുള്ള ഭൂതഗണങ്ങളൊക്കെ വിശ്വാൻ എളുപ്പം പോകും അപ്പൊ ചിലത് മായാമന്ത്രം ജപിച്ച് ധരിച്ചാൽ ഭഗവാൻ ഭക്തന്മാരാവും സാധിക്കുള്ളൂ ഇല്ലാവട്ടെ ശോഭാവട്ടെ ജപിക്കാൻ ധരിക്കാൻ പതിവരും അതുപോലെ ശരങ്ങളായിട്ട് ആവനാളികളായിട്ട് വന്നു അവിടെ പോയ വൃക്ഷത്തിന് മുമ്പ് ചെട്ടി കൂട്ടിച്ച് ആ ഭൂമിയിലേക്ക് അടിച്ചടക്കുമ്പോ ഭഗവാൻ ഇത്ര വരികളായി പ്രവർത്തിക്കാന് ആ സമയത്ത് കണ്ടു വരുന്ന ആ പ്രവർത്തിക്കുന്നതാണ് ഇവർക്ക് മുമ്പ് കൂടി ജാഗരൂകരാവും ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് നേരം വെളിയിക്കാൻ പാടില്ല അവിടെ എനിക്കത് മാത്രമേ കൃത്യനിഷ്ഠ പാലിക്കണം ഇപ്പോഴത് എപ്പോഴും അതെ അത് കുറച്ചധികം വെളിയിക്കുക അതൊക്കെ മോശം അധികത്തിലേക്ക് അനുവദിക്കൂ അപ്പൊ കുട്ടി അടിക്കണേ കുട്ടി എത്രയുണ്ട് കുട്ടി അടിക്കണില്ല വര കെട്ടാൻ മരത്തിന് മുകളിൽ കയറിയിട്ടേ ഉള്ളൂ വര കെട്ടിയിട്ടില്ല വര ഉണ്ടാക്കണേ ഉള്ളൂ ഇതൊക്കെ വിഷമവും വരയാവട്ടെ വാഗുരാഭാരൂപത്തോടുകൂടി യാഗന്മാരയച്ചത് ഇത് മാത്രമല്ല പാശ കയറുകൊള്ളു വല മാത്രം പോലെ വലിച്ചു കെട്ടിട്ട് നീ കയറുകൊള്ളു പാശം കയറായിട്ട് വന്നു മായാമന്ത്രം ജപിച്ചു പാശങ്ങളായി ഇതൊക്കെ അറിയാൻ പോരാ ഈ ചുമക്കണ്ടേ വീട്ടിലേക്ക് ഇട്ടുപോയാൽ പറ്റില്ലോ ഭഗവാൻ എഴുന്നള്ളിയുണ്ട് അപ്പൊ ഭഗവാനെ മുമ്പിലിറക്കാനും പിന്നിറക്കാനും അദ്ദേഹത്തിന്റെ രൂപസാദൃശ്യം കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ ഇപ്പൊ കാട്ടാളന്മാരായിട്ട് ഭൂതഗണങ്ങള് വേഷപ്രച്ഛനലായി മാത്രമല്ല ഇതൊക്കെ ഇതൊക്കെ ചുമക്കാനും കാട്ടാളന്മാരും ഉള്ളൂ നടന്നോ ആനവിടെ ബഹളല്ല നിങ്ങൾ നായാട്ട് വിളിക്കുക പിന്നെ എന്താ ശബ്ദങ്ങള് ചെറുത് മുന്നോക്കിയിട്ട് നായാട്ട് കുറച്ചൊക്കെ ഒന്നര 3 4 5 അതെ മുച്ചെടുക്കുന്നത് കാരണം ഭഗവാൻ കാണുന്ന രാജാവ് എഴുന്നള്ളട്ടെ ഇതൊക്കെ വേണമല്ലോ കുട്ടി ഘോഷിക്കുക ഭഗവാൻ ഇതൊക്കെ പോലെ കണ്ടപ്പോ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് അതിന്റെ അഹങ്കാരമൊക്കെ ശോഭിക്കാല്ലേ അത് ഒഴിച്ച ബാക്കിയാമാ തന്നെയൊക്കെ അതിന്റെ ധാർഷ്ട്യം ഇതിലൊക്കെ കാരണം അച്യുതനാണ് അച്യുതൻ തുണിയില്ലാത്തവനാ കളവില്ലാത്തവനാ ചെയ്യുന്നത് മുഴുവനെ കളവും അച്യുതൻ അതുകൊണ്ടാണ് സഹാവിജയൻ ആ മുഖ്യനായിരിക്കുമ്പോ ആ സ്ഥാനത്ത് അതൊക്കെ നിശ്ചയെങ്കിലും ഗർവ മുഴുവൻ ആ ഗർവം അങ്ങനെ ഇല്ലാണ്ട് കഴിഞ്ഞാൽ തന്റെ സമൂഹത്തിൽ ഇത്രയും യമൻ ലോകത്തിൽ വേറെ സഭ്യത